ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വോയിസ് കേട്ടിട്ട് അതിൻ്റെ നോട്ട് സെൻഡ് ചെയ്ത് തരാം, വോയിസ് നോട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, സോ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. എന്താണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്? ഇൻട്രപ്റ്റ് നമുക്കറിയാം, ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് ആണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റഡ് ബൈ ആൻ ഇൻസ്ട്രക്ഷൻ വിച്ച് ഈസ് കോൾഡ് എ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്. അതായത് ഏതെങ്കിലും മറ്റെന്തൊരു ഇൻസ്ട്രക്ഷൻ മുഖേന, ഈ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാലും ഒരു ഇൻസ്ട്രക്ഷൻ അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് വരുന്നതും സം കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ അതിനെയാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് INT, ദെൻ ടൈപ്പ് എന്താണ് അതിൻ്റെ ടൈപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ നമ്പർ, ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ദെൻ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്നാൽ 2 പിന്നുണ്ട് ഹാർഡ്വെയർ ഇൻട്രപ്റ്റിനെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിച്ച് ഈസ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ്. അതായത് വന്നിട്ടുള്ള ഇൻട്രപ്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് 2 പിൻസ് ഉണ്ട്. അതാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് INTR, NMI. അതിൽ NMI എന്താണ്? ഇറ്റ് ഈസ് എ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഇൻട്രപ്റ്റ്. പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഇൻട്രപ്റ്റ് ആണ്. ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദ സെറ്റിംഗ് ഓഫ് ദ ഇൻട്രപ്റ്റ് ഫ്ലാഗ്. അതായത് ഇൻട്രപ്റ്റ് ഫ്ലാഗിനെ ഇതെന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് കനോട്ട് ബി പ്രിവെൻറ്റഡ് ഫ്രം ബീയിങ് ആക്ടിവേറ്റഡ്. അതായത് ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു പിന്നെ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതെന്താ, ആക്ടിവേറ്റ് ആവും. സോ ഇറ്റ് കനോട്ട് ബി പ്രിവെൻറ്റഡ് ഫ്രം ബീയിങ് ആക്ടിവേറ്റഡ്. അതായത് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവാതിരിക്കില്ല. ഓക്കെ, അതായത് എപ്പോഴും ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും ഇതുണ്ടായിരിക്കുക. ക്ലിയർ? Then INTR, it is the non-vectored interrupt in pin of 8086 ഒരു പിന്നാണ് എന്ത്, നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് പിന്നാണ് INTR എന്ന് പറയുന്നത്. വിച്ച് മീൻസ് വെൻ ആൻ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഈസ് റിസീവ്ഡ്. അതായത് ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പിൻ എന്ത് ചെയ്യില്ല, ഡസ് നോട്ട് ഗെറ്റ് ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ് ടുവാർഡ്സ് എനി പെർട്ടിക്കുലർ എൻട്രി ഇൻ ദ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ. അതായത് ഈ ഒരു പിന്നിലേക്ക് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഡയറക്റ്റായിട്ട് നമുക്കറിയാം ഇൻട്രപ്റ്റും അതുപോലെ തന്നെ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യില്ല, അത് ഡയറക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ പോവില്ല. ഓക്കെ, ദെൻ പ്രയോറിറ്റി ഓഫ് ഇൻട്രപ്റ്റ്സ്. അതായത് ഇപ്പോൾ ഒരുപാട് ഇൻട്രപ്റ്റ്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്കതിൽ ഏത് ആദ്യം ചെയ്യണം എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് പ്രയോറിറ്റി ഓഫ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മളൊരു ഫോൺ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഫോൺ കോളിനാണ് അവിടെ പ്രയോറിറ്റി കൂടുതൽ, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ കോളിലായിരിക്കും പ്രയോറിറ്റി ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ ഇൻട്രപ്റ്റ്സിനും സെയിം എന്താണ്, പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? വെൻ മെനി ഇൻട്രപ്റ്റ്സ് ഒക്കേഴ്സ്, ഒരുപാട് ഇൻട്രപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം പ്രോസസ്സർ ഡിസൈഡ്സ് ദ പ്രയോറിറ്റി ഓഫ് ഇൻട്രപ്റ്റ്സ്. പ്രോസസ്സർ എന്ത് തീരുമാനിക്കും? ആദ്യം ഏത് ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ്സർ തീരുമാനിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ദ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഈസ് സെറ്റ് ഇൻ ദ ഫോളോയിങ് മാനർ. എന്നിട്ട് എന്താണ്, ഈ താഴെ കൊടുത്തിരിക്കുന്ന പോലെയായിരിക്കും ആ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഗെറ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി. ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ്സിനും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റിനുമാണ് ഹയർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ്, NMIക്ക് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സിനാണ് പ്രയോറിറ്റി. ദെൻ INTRന്, അതിനാണ് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും പ്രോസസ്സർ എന്ത് ചെയ്യുന്നത്, പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. അടുത്തത് പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് കൺട്രോളർ, PIC. അതായത് ഒരു IC ആണ് 8259. നമ്മൾ 8086 ഒക്കെ പോലെയുള്ള ഒരു ഇൻട്രപ്റ്റ് കൺട്രോളർ IC ചിപ്പാണ് 8259 എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ആക്ട് ആസ് ആൻ ഇൻട്രപ്റ്റ് മാനേജർ ഫോർ എ സിസ്റ്റം
ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ സിസ്റ്റം. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൈസ് അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഇൻട്രപ്റ്റിനൊക്കെ എന്ത് ചെയ്യാൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു IC ആണ് എന്ത് PIC എന്ന് പറയുന്നത്. 8086 പ്രോസസ്സർ ഹാവ് 1 or more ഇൻട്രപ്റ്റ് കൺട്രോളർ. അതായത് നമ്മുടെ 8086 പ്രോസസ്സറിന് എന്താണ് ഒന്നിൽ കൂടുതൽ എന്തുണ്ട് ഇൻട്രപ്റ്റ് കൺട്രോളേഴ്സ് ഉണ്ട്. അപ്പോൾ ദ ബേസിക് കണക്ഷൻ ബിറ്റ്വീൻ PIC ആൻഡ് 8086, അതായത് നമ്മുടെ 8086 മൈക്രോ കൺട്രോളറും PIC തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം ഡ്രോ ചെയ്യുക. PIC ഹാസ് 8 ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻസ് IR0 IR7. നോക്കൂ ഡയഗ്രാം നോക്കൂ. IR0 മുതൽ IR7 വരെ എന്തുണ്ട് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻസ് ഉണ്ട്. ഓൺ വിച്ച് പെരിഫറൽസ് ക്യാൻ പ്ലേസ് ദെയർ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. അതായത് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പ്ലേസ് ചെയ്യാനുള്ള പിന്നാണ് എന്ത് IR0 മുതൽ IR7 വരെ. If one interrupt request alone is received on the chip, that request is passed to the INTR line of the processor. Suppose ഒരു ഇൻട്രപ്റ്റ് ആണ് ഇവിടെ വന്നത് എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, INTRലേക്ക് ആ ഒരു ഇൻട്രപ്റ്റിനെ പാസ് ചെയ്യും. Then the processor send back an acknowledgement in the form of INTA signal. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങോട്ട് പാസ് ചെയ്യും, പ്രോസസ്സറിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് എന്താണ് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് ആര് പാസ് ചെയ്യും, INTA ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് എങ്ങോട്ട് പാസ് ചെയ്യും, 8259ലേക്ക് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. ഇവിടുന്ന് ഇൻട്രപ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നു, അവിടെ എത്തി എന്നുള്ളൊരു സിഗ്നൽ 8259ലേക്ക് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് ഡയഗ്രമാണ്. 8259ൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചറാണ്. ഇനി ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. INT ഇതാ ഇവിടെ ഈ കാണുന്ന INT ഇൻട്രപ്റ്റിനെയാണ് ഇവിടെ പറയുന്നത്. ദ ഔട്ട്പുട്ട് ഗോസ് ഡയറക്ട്ലി ടു പ്രോസസ്സർ ഇൻട്രപ്റ്റ് ഇൻപുട്ട് ആൻഡ് കോസസ് ദ പ്രോസസ്സർ ടു സെൻഡ് ബാക്ക് ദ INTA ആസ് അക്നോളജ്മെൻറ്റ് ടു ദ 8259. അതായത് ഇൻട്രപ്റ്റ് വന്നു എന്നുള്ളത് കൊടുക്കുന്ന ആ ഒരു സിഗ്നൽ കൊടുക്കുന്നത് INT എന്ന് പറഞ്ഞിട്ടുള്ള പിന്നാണ്. അതുപോലെ തന്നെ എന്താണ് അവിടെ എത്തി എന്നുള്ള അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നത് ആരാണ്, INTA എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നലാണ്. നോക്കൂ, INT ഇൻട്രപ്റ്റ് വന്നു, അത് കൺട്രോൾ ലോജിക്കിലേക്ക് വന്നു. ദെൻ എന്താ INTA എന്ത് ചെയ്തു, അവിടെ എത്തി എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് തിരിച്ചു കൊടുത്തു 8259ലേക്ക്. ഓക്കെ, ദെൻ IRR ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ. ഇതാ ഇവിടെ IRR ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിൽ എന്താണ്, ദ ഇൻട്രപ്റ്റ് IRRും ISRും ഇവിടെ നോക്കൂ, IRRും ISRും ഈ രണ്ട് രജിസ്റ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, IRR എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ, ISR ഇൻ സർവീസ് രജിസ്റ്റർ. The interrupt at the IR input line are handled by two registers, IRR and ISR. അതായത് നമ്മുടെ IRലേക്ക് വരുന്ന ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ഒക്കെ എന്താണ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ രണ്ട് രജിസ്റ്റേഴ്സാണ്. ഓക്കെ, ഇതിലേക്ക് വരുന്ന ഇൻട്രപ്റ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ IRലേക്ക് വരുന്ന ഇൻട്രപ്റ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്, IRRും ISRും ആണ്. ഓക്കെ, അപ്പോൾ ദിസ് IRR is used to store all the interrupt levels which area requesting service. അതായത് IRR എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എല്ലാ ഇൻട്രപ്റ്റ്സിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ISR എന്താ ചെയ്യുന്നത്, ഏതൊക്കെ ഇൻട്രപ്റ്റൊക്കെ സർവീസ് ചെയ്തു വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ സർവീസ് ചെയ്ത് കൊടുക്കണം വന്ന ഇൻട്രപ്റ്റ്സിനെ. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്തു അല്ലെങ്കിൽ ഏതൊക്കെ ഇൻട്രപ്റ്റ്സ് സർവീസ് ചെയ്തു എന്നുള്ളതാണ് ISR രജിസ്റ്റർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, ദെൻ പ്രയോറിറ്റി റിസോൾവർ എന്തിനാ, ദിസ് ലോജിക് ബ്ലോക്ക് ഡിറ്റർമൈൻസ് ദ പ്രയോറിറ്റീസ് ഓഫ് ദ
ബിറ്റ് സെറ്റ്സ് ഇൻ ദ IRR. അതായത് നോക്കൂ, ഇവിടെയാണ് പ്രയോറിറ്റി റിസോൾവർ ഉള്ളത്. ഇതിലെന്താണ്, ഇൻട്രപ്റ്റ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതിന് ഏത് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രയോറിറ്റി റിസോൾവറിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ. ദെൻ ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ. എവിടെ ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ? IMR, ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? IMR സ്റ്റോർസ് ദ ബിറ്റ്സ് വിച്ച് മാസ്ക് ദ ഇൻട്രപ്റ്റ് ലൈൻ ടു ബി മാസ്ക്ഡ്. അതായത് ഇൻട്രപ്റ്റ് നമുക്കറിയാം, മാസ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അതിന് ചേഞ്ചസ് ഒന്നും വരുത്താതെ അതിനൊരു മാസ്കിംഗ് രീതിയിൽ വയ്ക്കുന്നതിനെയാണ് ഇൻട്രപ്റ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ആ ഇൻട്രപ്റ്റിനെ മാസ്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ CAS0, CAS2. നോക്കൂ, എവിടെ CAS0 കാസ്കേഡ് ബഫർ കമ്പറേറ്റർ ആണ്. CAS0 മുതൽ CAS2 വരെ. These 3 bidirectional lines can be used to cascade several such chips to expand the number of interrupts up to 64 in a master or slave model. അതായത് CAS കാസ്കേഡ് ചെയ്യാന്ന് മീൻസ്, അതായത് നമ്മുടെ ഇൻട്രപ്റ്റ്സിനൊക്കെ എന്താണ് 64 വരെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ എ മാസ്റ്റർ ഓർ സ്ലേവ് മോഡൽ. നമുക്കറിയാം മാസ്റ്റർ സ്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ റിക്വസ്റ്റ് കൊടുക്കും, നമ്മൾ സ്ലേവ് മാസ്റ്ററിലേക്ക് റിക്വസ്റ്റ് കൊടുക്കും, മാസ്റ്റർ അതിനെ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അത് സ്ലേവ്സിന് കൊടുക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു മെത്തേഡാണ് കാസ്കേഡിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ SPEN എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സ്ലേവ് പ്രോഗ്രാം ഓർ ഇനേബിൾ ബഫർ. ദിസ് ഈസ് ഓൾസോ എ ബൈഡയറക്ഷണൽ പിൻ. ഇതെന്താണ്? ബൈഡയറക്ഷണൽ പിന്നാണ്. ദെൻ റീഡ് ഓർ റൈറ്റ് ലോജിക് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിറ്റർമൈൻസ് ദ അഡ്രസ് ഓഫ് രജിസ്റ്റർ വിത്തിൻ ദ ചിപ്പ് ആൻഡ് ഇൻ കൺജങ്ഷൻ വിത്ത് റീഡ് ഓർ റൈറ്റ് സിഗ്നൽസ്. അതായത് നമ്മുടെ റീഡ് ചെയ്തോ റൈറ്റ് ആണോ ഏതാ ഓപ്പറേഷൻ എന്നുള്ളത് അതിൻ്റെ അഡ്രസ്സൊക്കെ നമുക്ക് എന്തെന്നായിട്ട് ഈ റീഡ് ഓർ റൈറ്റ് ലോജിക്കിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. Then the registers can be written into and read from to get the status information. അതായത് രജിസ്റ്റേഴ്സ് നമുക്ക് റീഡ് ചെയ്യാം, അതുപോലെ തന്നെ അതിലേക്ക് റൈറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് അതൊക്കെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇൻഫോർമേഷൻ നമുക്ക് എന്താണ് ആൻഡ് റീഡ് ഫ്രം ടു ഗെറ്റ് ദ സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ. ഇതിൽ നിന്നാണ് നമുക്ക് എന്താണ് റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ ഓപ്പറേഷൻ നടന്നെന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നത് ഈ ഒരു റീഡ് ഓർ റൈറ്റ് ലോജിക്കിൽ നിന്നാണ്. ഓക്കെ. അടുത്തതാണ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് PPI. ദിസ് ചിപ്പ് ഈസ് ഓൾസോ കോൾഡ് പാരലൽ പോർട്ട് ചിപ്പ് എന്ന് പറയും ഇതിനെ. ദ കണക്ഷൻ 8086 ആൻഡ് 8255 ആൻഡ് 3 പെരിഫറൽസ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? കണക്ഷൻ 8086 ആയിട്ട് 8255 കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുമായിട്ട് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? 3 പെരിഫറൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 8255ൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതിൽ ഡയഗ്രത്തിലുള്ള ഡാറ്റ ബസ് ബഫർ എന്തിനു വേണ്ടിയിട്ടാണ്? ദീസ് ആർ 3 സ്റ്റേറ്റ് ബൈഡയറക്ഷണൽ 8-bit ബഫറാണ്. ദെൻ വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻ്റർഫേസ് ദ ചിപ്പ് ടു ഡാറ്റ ബസ് ഓഫ് ദ സിസ്റ്റം. അതായത് ഇതിൻ്റെ ഡാറ്റ ബസ്സുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബൈ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോസസ്സേഴ്സ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ഡാറ്റ ആൻഡ് കൺട്രോൾ സ്റ്റാറ്റസ് വേർഡ്സ് ആർ റിസീവ്ഡ് ഓർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ബഫർ. അതായത് നമ്മുടെ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ഒരുപാടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ കൺട്രോൾ സ്റ്റാറ്റസ് വേർഡ്സ് ആർ റിസീവ്ഡ് ഓർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ബഫർ. അതായത് ഈ ഒരു ബഫറിലൂടെയാണ് എല്ലാ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡാറ്റയും നമുക്ക് പാസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്. എന്താണ്? ഇറ്റ് മാനേജസ് ഓൾ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ ചിപ്പ് ആൻഡ് ദ പ്രോസസ്സർ ഓൺ ആക്സെപ്റ്റിംഗ് കൺട്രോൾ സിഗ്നൽസ് ഫ്രം ദ കൺട്രോൾ ആൻഡ് അഡ്രസ് ബസ് ഓഫ് ദ സിസ്റ്റം. നോക്കൂ, റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഇതാണ് അല്ലേ. നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ
എന്തെങ്കിലും ഡാറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പുറത്തോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പോർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എല്ലാ ഡാറ്റ ട്രാൻസ്ഫറിങ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ദെൻ ഗ്രൂപ്പ് എ ആൻഡ് ബി കൺട്രോൾസ്. ഗ്രൂപ്പ് എ ആൻഡ് ബി കൺട്രോൾസ്. ദിസ് ചിപ്പ് ഹാസ് ബീൻ ഡിവൈഡഡ് ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ദേ ഹാവ് ദെയർ കറസ്പോണ്ടിങ് കൺട്രോൾസ്. അവർക്ക് അവരുടേതായിട്ടുള്ള എന്തുണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ദിസ് ചിപ്പ് ഈസ് ടു ആക്ട് ഈസ് ഡിസൈഡഡ് ബൈ എ രജിസ്റ്റർ കോൾഡ് കൺട്രോൾ ഓർ സ്റ്റാറ്റസ് രജിസ്റ്റർ. അതായത് ഇതിൻ്റെ ആക്ഷൻ എന്താണ്, ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ആണ്. അടുത്തത് വരുന്നത് കീബോർഡ് ആൻഡ് ഡിസ്പ്ലേ ഇൻ്റർഫേസ്. IC 8279 ആണ് വരുന്നത്. അപ്പോൾ കീബോർഡ് ഇൻ്റർഫേസിൻ്റെ ഒരു ഡയഗ്രാണ്, പിൻ ഡയഗ്രാണ്, അത് വരയ്ക്കുക. അതുപോലെ തന്നെ എന്താണ് ഇതിൽ പറയുന്നത്? 8279 ഈസ് എ പ്രോഗ്രാമബിൾ കീബോർഡ് ഡിസ്പ്ലേ ഇൻ്റർഫേസ്. നമ്മുടെ കീബോർഡ് ഡിസ്പ്ലേ ഇൻ്റർഫേസ് ആണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇതിലെന്താണ്, രണ്ട് പോർഷൻസ് ആണുള്ളത്. ഓക്കെ, ഇവിടെ രണ്ട് പോർഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? വൺ ഫോർ പ്രൊവൈഡിങ് സ്കാൻഡ് ഡിസ്പ്ലേ ഇൻ്റർഫേസ് ഫോർ LED സ്കാനിങ് ഡിസ്പ്ലേക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതർ ഡിസ്പ്ലേ ടെക്നോളജീസ്, മറ്റുള്ള ഡിസ്പ്ലേ ടെക്നോളജീസ് അതുപോലെ തന്നെ LED ഇൻ്റർഫേസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോർഷൻ എന്തിനാണ്? സെക്കൻഡ് പോർഷൻ ഫോർ ഇൻ്റർഫേസിങ് വിത്ത് കീബോർഡ്സ്. കീബോർഡായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റേത് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡിസ്പ്ലേ ഡാറ്റയെ അതുപോലെ തന്നെ കീബോർഡ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് കണക്ഷൻ ഇൻ്റർഫേസിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ രണ്ട് പോർഷൻസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.